നമസ്കാരം. HSA ഓൾ സബ്ജക്ട്സ് 5/5 പെഡഗോഗി സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. വീണ്ടും 5 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എത്ര എണ്ണം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, മറ്റെന്തെല്ലാം ഫീഡ്ബാക്സ് ഉണ്ട് അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ആവശ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാ സബ്ജക്റ്റുകൾക്കും ഉപകാരപ്രദമാകുന്ന 5 ചോദ്യങ്ങൾ ഇന്നും നിങ്ങളിലേക്ക്. Which of the following statements is not correct about National Education Policy 2020? 10+2 structure will be modified with a new curricular structure of 5+4+3+3. Teacher will be able to teach lesson in mother tongue regional language up to grade 5. The minimum degree qualification for teaching is going to be a 4-year integrated B.Ed degree. Gross enrollment ratio in higher education to be raised to 35% by 2035. ഇത് ലാസ്റ്റ് നടന്നിട്ടുള്ള HSA എക്സാമുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പെഡഗോഗിയിൽ വന്നൊരു ചോദ്യമായിരുന്നു. നമ്മുടെ സിലബസുകളിൽ എവിടെയും NEP കുറിച്ച് പറയുന്നില്ലെങ്കിൽ കൂടി വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന സമഗ്രമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. വ്യത്യസ്തമായിട്ട് സിലബസിൽ പുറത്തേക്ക് കറണ്ടായിട്ട് നടന്നൊരു സംഭവത്തെ വെച്ചുകൊണ്ട് ഒരു HSAയിൽ ചോദിച്ച ചോദ്യമാണിത്. ഇതിൽ തെറ്റായിട്ടുള്ളത് അല്ലെ, നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ്. 5+3+3+4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബൈഹാർട്ട് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ അതാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, 5+4+3+3 ആണ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് 1 എന്തായാലും തെറ്റാണ്. അപ്പോൾ 1 ഉള്ളതാണ് ആൻസർ. 1 ഉള്ള 2 ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി. ഇനി അറിയേണ്ടത് 4 ശരിയാണോ അല്ലയോ എന്ന് മാത്രമാണ്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടു ബി റേസ്ഡ് ടു 35% എന്നുള്ളതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ 1ഉം 4ഉം തെറ്റാണ്, ബാക്കി 2ഉം ശരിയാണ്. അപ്പോൾ ഈ രീതിയിൽ NEP കുറിച്ചും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുകളെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ചോദ്യം നോക്കൂ. റോബർട്ട് ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് കൺസിസ്റ്റ് ഓഫ്. ഗാഗ്നെ, ഗാർഡ്നർ, പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി ഇവരൊക്കെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് തന്നെ. ഇപ്പോൾ കണ്ടില്ലേ, ആവർത്തിച്ച് ഒരു ചോദ്യം ഉറപ്പാണ് ഒരു HSA ക്വസ്റ്റ്യനിൽ. സിംബോളിക് ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, കോമ്പിനേറ്റോറിയൽ ലേണിംഗ്, സോഷ്യൽ കൺസ്ട്രക്റ്റീവ് ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇതിൽ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നയുടെ അതിലുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 2ഉം 5ഉം 6ഉം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സിംബോളിക് ലേണിംഗ് ഇല്ല, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗും വെർബൽ അസോസിയേഷനും ഡിസ്ക്രിമിനേഷൻ ലേണിംഗും അതിൽ വരുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ജനറലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. തിയറികളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, കാരണം അത് ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ മറ്റൊരു അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ ആ തിയറി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ സീരീസിൽ നമ്മൾ ക്വസ്റ്റ്യനിലൂടെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ, നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ മറന്നു പോകുന്ന ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതുപോലെ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റ് വീഡിയോസിൽ നമുക്കത് തിരുത്തിക്കൊണ്ടുള്ള പോർഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഇൻ എ മാത്തമാറ്റിക്സ് ക്ലാസ്. ഇത് മാത്തമാറ്റിക്സിൻ്റെ പെഡഗോഗി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വിചാരിക്കുക. അല്ല, HSA സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയത്. If a teacher use sub skills such as a movement, gestures, change in speech pattern and change in interaction style, then the teacher is using. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൻ്റെ ചോദ്യം എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല. എല്ലാ സബ്ജക്റ്റുകളും കോമൺ ആയിട്ട് ചോദ്യം ചോദിക്കാവുന്നതാണ്. സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ആണോ, സ്കിൽ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ ആണോ, സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ആണോ, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണോ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? തീർച്ചയായിട്ടും ഇത് സ്കിൽസ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. മൂവ്മെൻറ്റ്സും ജെസ്റ്റേഴ്സും സ്പീച്ച് പാറ്റേണും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദെൻ അഗെയിൻ ഇതിന് മുമ്പത്തെ പാർട്ടിൽ നമ്മൾ കണ്ടു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതേത്? ഇവാലുവേഷൻ ഈസ് നോ ലോങ്ങർ ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ പിരമിഡ്. കാറ്റഗറി നെയിംസ് ആർ verbs instead of noun. Metacognition is added. Objectives are meant to describe learners behavior rather than thinking process. ഏതാണ് ട്രൂ അല്ലാത്തത്? അത് ഓപ്ഷൻ ഡി ആണ്. ഒബ്ജക്റ്റീവ്സ് ആർ മെയിൻ ടു ഡിസ്ക്രൈബ് ലേണേഴ്സ് ബിഹേവിയർ റാദർ ദാൻ തിങ്കിങ് പ്രോസസ് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിലെ കണ്ടന്റ് മാത്രം പോരാ, സ്റ്റെപ്സ് മാത്രം പോരാ, അല്ലെങ്കിൽ സ്റ്റേജ് ആ ഒരു ഹൈറാർക്കി മാത്രം പോരാ, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിനെ വിശദമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, നെയിം ദ ന്യൂ അപ്രോച്ച് ടു കരിക്കുലം ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടീച്ചിങ് ഓഫ് പൗലോ ഫ്രയർ. പൗലോ ഫ്രയറുടെ അധസ്ഥിതരുടെ മോചന ശാസ്ത്രം, പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, അതിൻ്റെ ബാക്കിയായിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണോ? അല്ല, കോൾബിൻ്റെ ആണത്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണോ? ക്രിട്ടിക്കൽ പെഡഗോഗി ആണോ? ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് ആണോ? പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്
ക്രിട്ടിക്കൽ പെഡഗോഗിയൊക്കെ പൗലോ ഫ്രൈറോയുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതും PSC മുൻപ് ചോദിച്ചിട്ടുള്ള പെഡഗോഗി ചോദ്യങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള HSIയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും 5 ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് പറയാം. വീണ്ടും കാണാം. എല്ലാവർക്കും